കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണ് എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. കയ്യിൽ അമ്പേന്തി കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന ശാസ്താവിനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കുംഭമാസത്തിലെ ഉത്തരനാളിൽ ആറാട്ട് നടത്താൻ പാകത്തിന് 10 ദിവസത്തെ ഉത്സവമുണ്ട്. ഇവിടെ 2 ക്ഷേത്രങ്ങളുണ്ട്, കൊച്ചമ്പലവും വലിയമ്പലവും. അവ തമ്മിൽ 1/2 കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ. എരുമകൊല്ലി എന്ന സ്ഥലമാണ് പിന്നീട് എരുമേലി എന്നായി തീർന്നത്. അയ്യപ്പൻ മഹിഷിയെ വധിച്ചത് ഇവിടെ വെച്ചാണെന്നൊരു വിശ്വാസവുമുണ്ട്. എരുമയുടെ രക്തം വീണ കുളം രുധിരകുളം എന്ന പേരിലും ഇപ്പോൾ ഉതിരകുളം എന്ന പേരിലും അറിയപ്പെടുന്നു. പണ്ട് റാന്നി കർത്താക്കളുടെ വകയായിരുന്നു ഈ ക്ഷേത്രം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലത്തിൻ്റെ പേര് ആലമ്പള്ളി എന്നായിരുന്നു. ആലമ്പള്ളി മില്ലക്കാരൻ പമ്പയാറ്റിൽ നിന്നും കിട്ടിയ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ക്ഷേത്രം പണിയിച്ചു എന്നാണ് ഐതിഹ്യം. മില്ലക്കാരൻ മുക്കൂട്ടുതറ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭാര്യാസമേതം പോയിരുന്നു. അവിടെ ആരും മില്ലക്കാരനെ വേണ്ട വിധം ആദരിച്ചില്ല. ഇതിൽ കോപവും നൈരാശ്യവും പൂണ്ട മില്ലക്കാരൻ ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരം പമ്പയാറ്റിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്തു. ആലമ്പള്ളി പുരയിടത്തിൽ പയറ് വിതച്ച് പൂവും കായുമായപ്പോൾ പശുവിനെ മേയാൻ വിട്ടു. മേഞ്ഞു കഴിഞ്ഞ പശു വിശ്രമിക്കാനായി കിടന്ന സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തിച്ചു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിലെ ഏക ഉപദേവതാ പ്രതിഷ്ഠ മാളികപ്പുറത്തമ്മയാണ്. ദിവസേന 3 പൂജകളാണുള്ളത്: ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.